മാതാവും യൗസേപിതാവും ആട്ടിടയന്മാരും പൂജാരാജാക്കന്മാരും അടങ്ങിയ പുൽക്കൂട് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ. എങ്ങനെയാണ് അവർ പുൽക്കൂട്ടിൽ ഇടം തേടിയത്? ഈശോ പിറന്നപ്പോൾ ഈശോയെ ദർശിക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്തവരാണവർ. അതുകൊണ്ട് അവർ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും ശേഷവും അനുസ്മരിക്കപ്പെടുന്നു. ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാനായി ഒരുങ്ങുമ്പോൾ ഉണ്ണീശോയുടെ തിരുസ്വരൂപം വണങ്ങുന്നതോ ക്രിസ്മസ് നക്ഷത്രം ഇടുന്നതോ പുൽക്കൂട് തയ്യാറാക്കുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ ജീവിതയാത്രയിൽ ഈശോയെ നീ ദർശിച്ചിട്ടുണ്ടോ എന്നും അവിടുത്തെ രക്ഷകനായി നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ യഥാർത്ഥത്തിൽ ദൈവമായി അംഗീകരിക്കാനും യഥാർത്ഥത്തിൽ സ്നേഹിക്കാനും യഥാർത്ഥത്തിൽ ആരാധിക്കാനുമായി ഈ ക്രിസ്മസ് നമ്മളെ കുറച്ചുകൂടി സഹായിക്കട്ടെ.